ഹലോ ഹായ് ഞാൻ ഷമീൻ. ഇത് സ്പെഷ്യൽ എപ്പിസോഡാണ്. വിഷുവിൻ്റെ മുന്നേ ആയിട്ടുള്ള വിഷുവിന് വേണ്ടിയിട്ടുള്ള ഒരു വെജ് എപ്പിസോഡ്. അപ്പോൾ പിന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഒരു സാധനം തിളക്കുന്നുണ്ട്, അത് ഞാൻ കാണിക്കാം ഓൾറെഡി. അപ്പോൾ നമുക്ക് പനീറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിമ്പിൾ അടിപൊളി നല്ല ഒരു ചപ്പാത്തിൻ്റെ കൂടെ അതല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു സാധനം. അത് ചപ്പാത്തി കഴിക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് ആ റെസിപ്പിയിലേക്ക് പോകാം അല്ലേ, സമയം കളയണ്ട. അപ്പോൾ ഓക്കെ, നമുക്ക് ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ചെറിയ ജാർ എടുക്കാം. ജാറിലേക്ക് നമുക്ക് ഇടാനുള്ളത് കുറച്ച് ഗാർലിക്, ഇതാ ഒരു ടീസ്പൂണിൻ്റെ ഉള്ളിൽ. അതുപോലെ തന്നെ കുറച്ച് ജിഞ്ചർ, പിന്നെ കറിവേപ്പില, അത് അത്യാവശ്യമുണ്ടേ. കറിവേപ്പില അത് നന്നായിട്ടുണ്ട് കേട്ടോ. അത് റോസ്റ്റ് ചെയ്താണേ, റോസ്റ്റ് ചെയ്തിട്ടിടണേ. ഇല്ല, അത് ഒരു പിടി അത്ര തന്നെ വേണ്ടുള്ളൂ. കുറച്ച് ജീരകവും ഒരു പിടിക്കട്ടോ, പെരുജീരകമാണ്, ഒരു പിടിക്കത് ഇത്ര ഇട്ടിട്ടുള്ളൂ. പിന്നെ കാര്യമായിട്ട് ഇടാൻ പോകുന്നത് ഇതവിടെ തിളക്കുന്ന സാധനമാണ്. ഓൾറെഡി നമ്മൾ പനീർ ഇതിനകത്ത് തന്നെ ഇതിൻ്റെ കൂടെ തന്നെ തിളപ്പിച്ചിട്ട് പനീർ മാറ്റി വെച്ചതാണ്. ഒരു 12 to 15 മിനിറ്റ് തിളപ്പിച്ചാൽ മതി, അത് മാറ്റി വെക്കാം. പിന്നെ ഇവിടെ തിളക്കുന്ന സാധനം എന്ന് പറയുന്നത് ഞാൻ കാണിക്കാം. ഇതാ മുളക് ഇത് നന്നായിട്ട് വേവിക്കണം കേട്ടോ. ആ വേവിച്ചതാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. അതൊരു 4 എണ്ണം ഉണ്ടാവും കേട്ടോ. ഇതൊന്ന് ചൂടൊന്ന് ജസ്റ്റ് ഒന്ന് ആറട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് പിന്നെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഇതാ, അപ്പോൾ നമുക്ക് മിക്സിയിലൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ആ അടിപൊളി. ഇതാ കണ്ടില്ലേ, അടിപൊളി. നല്ല കളേഴ്സ് എല്ലാം മൊത്തം പേസ്റ്റ് ആക്കി കിട്ടിയില്ലേ. ഇതൊന്ന് റെയിൻബോ പോലെ അല്ലേ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം. ഞാൻ ഗ്യാസ് ഓൺ ആക്കുന്നുണ്ട്. ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ കേട്ടോ, വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ചൂടായാൽ ഞാൻ മല്ലിയും കുറച്ച് പെരിഞ്ചീരകവും, ഇതാ ഒരു ടീസ്പൂണിനേക്കാൾ കുറവ് കേട്ടോ, ഒരു ½ ടീസ്പൂൺ എടുത്ത് കുറച്ച് എടുത്തിട്ടുള്ളൂ. മല്ലിക്കുരുവും അതുപോലെ തന്നെ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്, അതും മാറ്റി വെക്കാം. അതേപോലെ തന്നെ കുറച്ച് കടുക് എടുത്തിട്ടുണ്ട്. കടുക് നമുക്കിപ്പോൾ പൊട്ടിക്കാം. ഇതാ ഈ ഒരു പിടിയേ വേണ്ടൂ. ഓക്കെ, കടുക് പൊട്ടുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഇതും കൂടെ ഇട്ട് കൊടുക്കാം. ആ, കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കുറച്ചിട്ടാൽ മതി. ഓൾറെഡി നമ്മൾ കറിവേപ്പിലിൻ്റെ ഫ്ലേവർ കയറിയിട്ടുണ്ട്. ആ, നല്ല മണം വരുന്നുണ്ട്. ഇനി ഈ ഉള്ളി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചാൽ ഒരു ½ ഉള്ളി എടുത്തിട്ടുള്ളൂ കേട്ടോ. അമ്മനെ ഇതിൻ്റെ ഹാഫ് ചോപ്ഡ്. ആ, അപ്പോൾ ഉള്ളി ഫുള്ളിങ്ങനെ വാടി വരണ്ട. കുറച്ചൊന്ന് ബ്രൗണിഷെല്ലായി കുറച്ച് ചെറിയൊരു കളർ പിങ്കൊക്കെ ആയി വന്നു കഴിഞ്ഞാൽ, ബ്രൗണിഷല്ല പിങ്കായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ അരച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇതൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ അത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു തക്കാളി കേട്ടോ, ഒരൊറ്റ തക്കാളി. ഇതാ ഒരു തക്കാളി ഒന്ന് മുറിച്ചിട്ട് അതിലേക്ക് ഇടുന്നുണ്ട്. ഇത് വേറെ കട്ടിങ് അല്ലപ്പാ. ഇതാ ആ തക്കാളി ഇതാ കണ്ടില്ലേ, ഇതിലേക്ക് ചേർക്കാം. ജ്യൂസ് പോലെ ഇങ്ങനെ തക്കാളി അങ്ങനെ ആക്കാം. അതെ. ഇനി ഇതിൽ നമുക്ക് ഒന്ന് തക്കാളി ജസ്റ്റ് ഒന്ന് കുക്കാകുമ്പോഴത്തേക്കും ഇത്തിരി വെള്ളം ചേർക്കാണ്ട്, നമ്മൾ പനീർ അതുപോലെ തന്നെ ഇത് ബോയിൽ ചെയ്ത വെള്ളം തന്നെ വേണമെങ്കിൽ അത് ചേർക്കുക, അതല്ലെങ്കിൽ നോർമൽ വാട്ടർ ചേർത്താൽ മതി, എന്തായാലും കുഴപ്പമില്ല. മസാല ആദ്യം ഒന്ന് ചേർക്കട്ടെ. കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് ബ്ലാക്ക് പെപ്പർ, ഇത്രയും വേണ്ടു. അപ്പോൾ ഓക്കെ, കളർ ചേഞ്ച് ആയാ. പിന്നെ അതിലേക്ക് ഇത്തിരി പാല് ചേർക്കാണ്ടേ. പാല് വെച്ച് കൊടുത്താ അനുഷു. കുറച്ച് വയ്ക്ക്, കുറച്ച് വയ്ക്ക്. ഇല്ല, കുറച്ചും കൂടി.
പശുവും പാലാണ്, തേങ്ങാപ്പാലൊന്നുമല്ല, പശുവും പാലാണ്. കുറച്ചും കൂടെ വയ്ക്കും. ഭയങ്കര ഹൈലൈറ്റാണ് ഇതിലെ സാധനം കേട്ടോ. ഇത് ഇങ്ങനെ നോക്കിയിട്ട് വയ്ക്കുന്നുണ്ട്. കുറച്ചും കൂടി ബസ് മതി. ഇനി ഇതിലേക്ക് നമ്മുടെ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടെടുത്തതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ വന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പനീർ ഇതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ച പനീറാണ് കേട്ടോ. ഫുൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ചപ്പാത്തി ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ അടിപൊളി. വിഷു സ്പെഷ്യൽ കേട്ടോ. പനീർ ഓൾറെഡി കുക്ക്ഡാണ്, അതുകൊണ്ട് വലിയ വിഷയമല്ല. നമുക്ക് ഇതൊന്ന് സോർട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. അപ്പോൾ നമ്മളെ ഐറ്റം ഓൾമോസ്റ്റ് റെഡിയാണ്. ഇനി എന്താ ലാസ്റ്റത്തെ ഫൈനൽ ടച്ച് എന്ന് പറഞ്ഞാൽ ഒന്ന് വെളിച്ചെണ്ണ ജസ്റ്റ് അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒന്ന് കൊണ്ടുപോകാം. യെസ്, ഓക്കെ. 2 മിനിറ്റ്സ് അതിന് ശേഷം ഒന്ന് ഫ്ലെയിം കൊടുക്കുക. 2 മിനിറ്റ് അതിന് ശേഷം ഫ്ലെയിം കൊടുക്കുക. ഒന്ന് ഇളക്കുന്ന ഒന്നുമില്ല. ഇനി നമ്മളെ ചപ്പാത്തി കൂടിയിട്ട് ഒന്ന് കഴിക്കാം. ഇപ്രാവശ്യം കഴിക്കുന്ന അനുഷന്യ എന്നാ ടേസ്റ്റ് ചെയ്തോ? വയറ് ഫുള്ളാ? എന്നാലും നമുക്ക് നോക്കാം, ഇതൊന്ന് കാണാം. അപ്പോൾ നമ്മൾ ചപ്പാത്തി അല്ല എടുത്തത്, ചോറാണ്. അത് ആള് കഴിച്ചോണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കഴിക്കാമല്ലോ. അബ്ബാക്ക് മിക്സ് ചെയ്യാൻ പറ്റൂല. അബ്ബാക്ക് ഇത് വേണ്ട. അത് കിട്ടരാ. ഞാൻ തിന്നൂല. ഞങ്ങൾക്ക് അബ്ബ കുഴച്ചരാ. വേണ്ട. എനിക്ക് നോമ്പായോണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്യാത്ത കേട്ടോ. വെള്ളം എരിയുന്നുണ്ട്, നല്ല സ്പൈസിയാണ്. പനീറും കൂട്ടിയിട്ട് കഴിക്കുന്നുണ്ട് ആള്. മസാലയുടെ കൂടെ എങ്ങനെയുണ്ട്? ടേസ്റ്റ് എങ്ങനെയുണ്ട്? എരിവ് പിന്നെ അതിൻ്റെ മറ്റു ഫ്ലേവർ, കറിവേപ്പിലിൻ്റെ ഫ്ലേവറിലില്ലേ, ഒരു നല്ല സ്പൈസി അല്ലേ, റിച്ച് അല്ലേ? എന്നുവെച്ചാൽ പിന്നെ ചെറിയ ആ സ്പൈസിന് കട്ട് ചെയ്തിട്ടുണ്ടോ? തേങ്ങ പാൽ ഒഴിച്ചതിൻ്റെ കുറച്ച് ടേസ്റ്റ്, കുറച്ച് സ്മെല്ല് ചെയ്യുമ്പോൾ തന്നെ എന്താ പറയുക, നമ്മൾ ആ ഒരു നിങ്ങൾക്ക് ഇത് ശരിക്കും ഏറ്റവും നല്ലത് ചപ്പാത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ ഇവന് ചോറ് കഴിക്കേണ്ടതുകൊണ്ട് ഉച്ച സമയത്താണ് ഷൂട്ട് ചെയ്യുന്നത്. ചോറ് കഴിക്കേണ്ടതുകൊണ്ട് ചോറ് വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വിഷു അല്ലേ, എല്ലാം കൂടി ഒരുമിച്ചാക്കിയാണ്. അപ്പോൾ വിഷുവിനാണെങ്കിൽ നിങ്ങൾ ഇത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സൈഡ് ഡിഷായിട്ട് വെച്ചാൽ മതി. സൈഡ് ഡിഷായിട്ട് വെച്ചിട്ട് നല്ല ഒരു ഡിഫറെൻറ്റ് സാധനമാണ്. പിന്നെ അതിൻ്റെ സൈഡ് നമുക്കൊരു എരിവും ആ പാല് എന്നുവെച്ചാൽ പനീറും പാലും കൂടി അതിനെ കട്ട് ചെയ്യുന്നതും ഒക്കെ കൂടിയുള്ള ഒരു ഫ്ലേവറാണ്. കറിവേപ്പില അതിൽ ഒരു വലിയൊരു ഹൈലൈറ്റ് ആണ്. അതേപോലെ തന്നെ മല്ലിക്കൊരു ലൈറ്റായിട്ട് അതിനെ നമ്മൾ ആ ബൈറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇത് കിട്ടും. എന്നാൽ കഴിച്ചോ. ഇഷ്ടപ്പെട്ടില്ലേ? വെള്ളം തരാം. അപ്പോൾ നമുക്ക് ഇടുന്ന ടാറ്റ ബൈ കയറിയാം. അപ്പോൾ എല്ലാവരോടും ടാറ്റ ബൈ. അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. അടുത്തത് നല്ല അടിപൊളി ചിക്കൻ്റെ റെസിപ്പിയാണ്. അത് മസ്റ്റ് ട്രൈ ആണ്, ഡിഫറെൻ്റ് ആയിട്ടാണ്.